ഹലോ ഡിസൈനേഴ്സ്, വെൽക്കം ബാക്ക് ടു uxuimania. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഫിഗ്മയ്ക്കകത്ത് വളരെ ഈസി ആയിട്ട് ഒരു ഇൻറ്ററാക്റ്റീവ് കലണ്ടർ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. അതായത് വളരെ പെട്ടെന്ന് തന്നെ ഒരു കലണ്ടർ ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം ആ കലണ്ടറിൽ മൗസ് ഓവർ സ്റ്റേറ്റ് അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ പർട്ടിക്കുലർ ആയിട്ട് ഒരു ഡേറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് സെലക്ട് ആവുക. ഒരുപാട് ഡേറ്റുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ അത് സെലക്ട് ചെയ്യുക. വീണ്ടും ആ സെലക്ട് ചെയ്തതിനെ ഡീസെലക്ട് ചെയ്യുക. അത്തരത്തിലുള്ള വളരെ പെട്ടെന്ന് നമുക്ക് ഫിഗ്മയ്ക്കകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോജക്റ്റുകളുടെ ഒരു കലണ്ടർ ഡിസൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതെങ്ങനെ ഫിഗ്മയ്ക്കകത്ത് ചെയ്യാം, അത് നിങ്ങൾക്ക് യൂസ് ചെയ്യുക എന്നുള്ളതാണ് വളരെ ഈസി ആയിട്ട് നമ്മളിത് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫിഗ്മ ഓപ്പൺ ചെയ്യാം. ഞാനിവിടെ ഫിഗ്മ ഓപ്പൺ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു 3-4 കളേഴ്സുകളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് അതിൻ്റെ ആക്റ്റീവ് കളർ ഏതായിരിക്കണം, അതായത് ഒരു ഡേറ്റ്, നമ്മുടെ ഒരു കലണ്ടറിൽ ഒരു ഡേറ്റ് ടൈപ്പ് ചെയ്യുമ്പോൾ ആ ഡേറ്റിൻ്റെ കളർ എന്തായിരിക്കണം ആക്റ്റീവായിട്ട് കാണേണ്ടത്. അതിൻ്റെ ഡിസേബിൾഡ് എന്ന് ഉദ്ദേശിച്ചത് മുൻകാല മാസങ്ങളിലതോ അല്ലെങ്കിൽ അടുത്ത മാസങ്ങളിലേക്കുള്ള ഡേറ്റുകൾ നമ്മൾ ഇടുന്ന സമയത്ത് അതിങ്ങനെ ഗ്രേ ഔട്ടായിട്ട് ഡിസേബിൾഡ് ആയിട്ട് കിടക്കുന്ന കാണാം. അതിന് കൊടുക്കാനുള്ള കളറാണ്. അതുപോലെ തന്നെ ആ ഡേറ്റിൻ്റെ മുകളിലേക്ക് മൗസ് വെല്ലുമ്പോൾ മൗസ് ഓവർ ചെയ്യാനുള്ള കളറാണ് ഓവർ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഒരു ഡേറ്റ് നമ്മൾ പർട്ടിക്കുലർലി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് ആയിട്ട് കാണേണ്ടുന്ന കളറും ഇവിടെ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് കളേഴ്സുകൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചു എന്ന് മാത്രം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ടൂൾ എടുത്തുകൊണ്ട് ഞാനിവിടെ ആയിട്ട് 01 എന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുകയാണ്. 01 എന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിലേക്ക് നിങ്ങൾ വന്ന് ടെക്സ്റ്റിൻ്റെ സെറ്റിങ്സ് ഒക്കെ നോക്കുക. ഞാനിവിടെ പോപ്പിൻസ് എന്ന് പറയുന്ന ഫോണ്ട് കൊടുത്തു. അതുപോലെ തന്നെ റെഗുലർ കൊടുത്തു. 12 ഫോണ്ട് സൈസും കൊടുത്തു. ഓക്കെ, അതുപോലെ തന്നെ ടെക്സ്റ്റ് അലൈൻമെൻറ്റ് സെൻറ്റർ ആണെന്നും കൂടെ ജസ്റ്റ് ഒന്ന് ഉറപ്പുവരുത്തിക്കൊള്ളുക. ഫോണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സെൻറ്റർ അലൈൻമെൻറ്റ് ജസ്റ്റ് ഒന്ന് ഉറപ്പുവരുത്തിക്കൊള്ളുക. ബാക്കിയെല്ലാം നിങ്ങളുടെ ഫോണ്ട് മറ്റു കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 12 ഫോണ്ട് സൈസിൽ പോപ്പിൻസ് എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ ടെക്സ്റ്റ് 01 എന്നൊന്ന് എൻ്റർ ചെയ്തു. അതിനുശേഷം ഞാൻ സെലക്ട് ചെയ്തതിന് ശേഷം ഷിഫ്റ്റ് എ ഫോർ ഓട്ടോ ലേഔട്ടാണ്. ഓട്ടോ ലേഔട്ടിൻ്റെ ഷോർട്ട് കട്ടാണ്. ആ ഒരു 01നെ ഞാൻ ഓട്ടോ ലേഔട്ടായിട്ടൊന്ന് കൺവേർട്ട് ചെയ്തു. ഓക്കെ, ഓട്ടോ ലേഔട്ടായിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വന്നുകൊണ്ട് തന്നെ റൈറ്റ് സൈഡിലായിട്ട് ഓട്ടോ ലേഔട്ട് സെറ്റിങ്സിലെ അതിൻ്റെ അലൈൻമെൻറ്റ് സെൻറ്റർ അലൈൻമെൻറ്റ് ആക്കി കൊടുക്കാം. അത് ജസ്റ്റ് ഒന്ന് സെൻറ്റർ ആക്കുക. അതിനുശേഷം ഇവിടെ വന്നുകൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ലെഫ്റ്റ് റൈറ്റ് സ്പേസിങ്, അതായത് അതിൻ്റെ പാഡിങ് മറ്റോ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ലെഫ്റ്റിലോട്ട് റൈറ്റിലോട്ട് ഇങ്ങനെ നീക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ വിഡ്ത്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ ആയിട്ട് വിഡ്ത്ത് ഏകദേശം ഒരു 40 പിക്സൽ കൊടുത്തു. അതുപോലെ തന്നെ ഹൈറ്റും ജസ്റ്റ് ടോപ്പിലോട്ട് ഒരു 40 പിക്സൽ കൊടുത്തു. നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ വന്നാൽ കാണാം വിഡ്ത്ത് 40, ഹൈറ്റ് 40. ഓക്കെ, അപ്പോൾ 40 വെച്ചുകൊണ്ട് അതിനകത്ത് 01 എന്ന് ഒരു 12 ഫോണ്ട് സൈസിൽ ഞാനിവിടെ ടൈപ്പ് ചെയ്തു. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡ്യൂട്ടി. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റിൻ്റെ കളറ് സാധാരണഗതിയിൽ ആക്റ്റീവ് ആയിരിക്കുമ്പോൾ എങ്ങനെ കാണണം എന്നുള്ളതിൻ്റെ കളറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ ടെക്സ്റ്റ് മാത്രം സെലക്ട് ചെയ്യുകയാണ്. നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ബ്ലാക്ക് ആണ് ഫില്ല് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആ ബ്ലാക്ക് മാറ്റി ഇതുപോലെ ഒരു ഡാർക്ക് ഗ്രേ ആക്കാം. അതിനുശേഷം ഈ ഒരു ടെക്സ്റ്റ് ആ ഒരു കളറായിട്ട് മാറ്റി. അതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു കളർ സെലക്ട് ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. 01 എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് ഈ ഒരു ആക്റ്റീവിൻ്റെ കളർ കൊടുക്കുക. ഫസ്റ്റ് ഡ്യൂട്ടി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് വേണമെങ്കിൽ ആ ഫ്രെയിമിനെ നമുക്ക് വേണമെങ്കിൽ ആക്റ്റീവ് ഒന്ന് റീനെയിം ചെയ്തേക്കാം. അത് ഓരോന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഞാൻ അതിൻ്റെ അടുത്തൊരു ഡ്യൂപ്ലിക്കേറ്റ് ജസ്റ്റ് ഒന്ന് താഴേക്ക് എടുക്കുകയാണ്. ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് താഴോട്ട് വെച്ചതിന് ശേഷം അതിനകത്തായിട്ട് ഞാൻ ഒരു ഡിസേബിൾഡ് സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു. ഡിസേബിൾഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കി കാണും, ഡേറ്റ് ഗ്രേ ഔട്ടായിട്ട് കാണുന്ന ഒരു സ്റ്റേറ്റ്. അതിനുവേണ്ടി ഞാൻ ആ കളറൊന്ന് ടെക്സ്റ്റ് കളറൊന്ന് ചൂസ് ചെയ്തു. ഇവിടെ എടുത്തതിന് ആ ഗ്രേ ഔട്ടായിട്ടുള്ള ടെക്സ്റ്റ് കളറായിട്ട് ഇതിനെ ഒന്ന് മാറ്റി. ഓക്കെ, അതാണ് നമ്മൾ രണ്ടാമതായിട്ട് ചെയ്തു. അടുത്തതായിട്ട് ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വീണ്ടും താഴേക്ക് എടുക്കുന്നു. അതിനുശേഷം ഇവിടെ കൊടുത്തിരിക്കുന്ന പോലെ ഒരു ഓവർ കളർ കൊടുക്കാൻ പോവുകയാണ്. ഞാൻ ഓവർ സ്റ്റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ വരുമ്പോൾ, അതായത് ആ ഡേറ്റിൽ മൗസ് വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഒരു സ്ട്രോക്ക് വളരെ ലൈറ്റായിട്ടുള്ള ഇതുപോലെ ഒരു ബ്ലൂ കളർ വെച്ചിട്ട് ഒരു ചെറിയ സ്ട്രോക്ക് ഇങ്ങനെ വേണം. അതുപോലെ തന്നെ ടെക്സ്റ്റിൻ്റെ കളറും ആ ഒരു കളർ എന്ന് പറയുന്നതും നമുക്ക് ആ ഒരു ലൈറ്റായിട്ടുള്ള ബ്ലൂ ആയിട്ട് മാറണം. ഇതാണ് നമ്മൾ ആ ഡേറ്റിലേക്ക് മൗസ് വരുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു കളർ എന്ന് പറയുന്നത്. ഇതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസൈൻ അനുസരിച്ച് ആ പർപ്പസ്ലി കളറുകൾ മാറ്റാം. ഇത് അതിൻ്റെ ഒരു ബേസിക് സ്കെൽട്ടൺ ആണ്. അപ്പോൾ നിങ്ങൾക്കുള്ള കളേഴ്സുകളും ബ്രാൻഡിങ്ങിനനുസരിച്ച് മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഫോണ്ടായാലും കളറായാലും ഒക്കെ ഇതതിൻ്റെ ഒരു ബേസിക്കലായിട്ടുള്ള സ്ട്രക്ചറാണെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ നമ്മൾ ടോപ്പിൽ ആക്റ്റീവ് ചെയ്തു. അതിനുശേഷം ഇവിടെ ആയിട്ട് നമ്മൾ രണ്ടാമതായിട്ട് ഡിസേബിൾഡ് ചെയ്തു. അതിനുശേഷം മൂന്നാമതായിട്ട് നമ്മളൊരു ജസ്റ്റ് ഒരു ഓവർ സ്റ്റേറ്റ് പോലെ ഒരെണ്ണം ചെയ്തു. അതിനുശേഷം നമ്മൾ ഇതിനെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കൂടെ താഴേക്ക് കൊണ്ടുവയ്ക്കുക. അതിനുശേഷം നമുക്ക് അതിനെ സെലക്റ്റഡിൻ്റെയും കൂടെ ചെയ്യാം. സെലക്റ്റഡ് നാക്കുമ്പോഴത്തേക്ക് ഞാനിത് സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്യുന്ന സമയത്ത് ഈ കാണുന്ന കളറ് ഈ ഔട്ട്ലൈൻ മാറിയിട്ട് അതൊരു ഫില്ലാവുക മാത്രമല്ല നമ്മുടെ ഈ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഡാർക്ക് ബ്ലൂ ആയി മാറണം. ഡാർക്ക് ബ്ലൂ ആകുമ്പോൾ ടെക്സ്റ്റ് സ്വാഭാവികമായിട്ടും വൈറ്റ് ആകേണ്ടി വരും. ടെക്സ്റ്റും കൂടെ ഒന്ന് വൈറ്റ് ആക്കി കൊടുക്കുക. അങ്ങനെ ഒരു 4 സ്റ്റേറ്റുകൾ ആദ്യം അങ്ങോട്ട് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. ആക്റ്റീവ്, അതുപോലെ തന്നെ ഡിസേബിൾഡ്, ഓവർ, സെലക്റ്റഡ്. ഓക്കെ, അതിനുള്ള കളേഴ്സുകൾ നേരത്തെ ഇവിടെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരുന്നതുകൊണ്ടാണ് ഇതെടുത്തത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് കളർ എടുക്കാം. ഇങ്ങനെ 4 ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തു. 4 കൂടെ ജസ്റ്റ് ഒന്ന് ഞാൻ സെലക്ട് ചെയ്തു.
അതിനുശേഷം ജസ്റ്റ് അതിനെ വെർട്ടിക്കലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അലൈൻ ചെയ്തതിന് ശേഷം ടോപ്പിൽ വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ക്രിയേറ്റ് കോമ്പണൻറ്റ് സെറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊണ്ട് ഇതിനെ മൊത്തത്തിൽ ഒരു കോമ്പണൻറ്റ് സെറ്റാക്കി മാറ്റാം, ഈ ഓരോ സ്റ്റേറ്റുകളും. ഓക്കെ, അങ്ങനെ ഒരു കോമ്പണൻറ്റ് സെറ്റാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ഡ്യൂട്ടി. അതാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഒന്നും കൂടെ പറയുകയാണെങ്കിൽ ഓർക്കുക, ഡേറ്റ് സെറ്റ് ചെയ്തു, ഡേറ്റിന് നമ്മൾ വിഡ്ത്ത് 40 കൊടുത്ത് നമ്മൾ ആ ഒരു ഓട്ടോ ലേഔട്ട് സെറ്റ് ചെയ്തു. അതിൻ്റെ 4 സ്റ്റേറ്റുകൾ ഒരു 1 by 1 ആയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തു, എല്ലാം കൂടെ സെലക്ട് ചെയ്തു. അതിനുശേഷം ടോപ്പിൽ വന്ന് അതിനൊരു കോമ്പണൻറ്റ് സെറ്റാക്കി മാറ്റി. ഇപ്പോൾ ഇതെല്ലാം കൂടെ ഒരു കോമ്പണൻറ്റ് സെറ്റാണ്. ഓക്കെ, ഇനി അടുത്തായിട്ട് നമ്മൾ വീണ്ടും ഒറിജിനൽ നമ്മുടെ കലണ്ടറിൻ്റെ നിർമ്മാണത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ലെഫ്റ്റിലായിട്ട് വരുമ്പോൾ ഈ അസറ്റ് എന്ന് പറയുന്ന ഈ ഒരു ടാബിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ കോമ്പണൻറ്റ് ഇവിടെ കാണാം. ജസ്റ്റ് നിങ്ങൾ ഇവിടെ ഒന്ന് ഡ്രാഗ് ചെയ്ത് ആ ഒരു കോമ്പണൻറ്റിനെ ഇവിടെ കൊണ്ടുവിടുക, ഫസ്റ്റ് കോമ്പണൻറ്റ്. ഓക്കെ, അപ്പോൾ ആ 01 എന്നുള്ളത് ഞാൻ ഇവിടെ കൊണ്ടുവച്ചു. ആ 01 എന്നുള്ളത് കൊണ്ടുവച്ചതിന് ശേഷം ഓർക്കുക, നമുക്ക് റൈറ്റ് സൈഡിലേക്ക്, അതായത് മൺഡേ ട്യൂസ്ഡേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതുമ്പോഴത്തേക്ക് 7 ദിവസങ്ങളുള്ളതുകൊണ്ട് ഇതിന് നമുക്ക് ഒരെണ്ണിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഒരെണ്ണം എടുത്ത് റൈറ്റ് സൈഡിലേക്ക് വച്ചതിന് ശേഷം നിങ്ങൾ Ctrl+D പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സെയിം പൊസിഷനിലേക്കുള്ള ഡ്യൂപ്ലിക്കേറ്റ് റിപ്പീറ്റ് ആവും. Ctrl+D, അപ്പോൾ 3 എണ്ണം ആയിട്ടുണ്ട്. Ctrl+D 4, Ctrl+D. ഓക്കെ, അപ്പോൾ 1 2 3 4 5 6 7 എണ്ണം റൈറ്റ് സൈഡിലോട്ട് വന്നിട്ടുണ്ട്. അതേപോലെ അത് സെലക്ട് ചെയ്ത് താഴേക്ക് നമുക്കൊന്നെടുത്ത് ഒരുപോലെ എടുത്ത് താഴെ വെച്ചതിന് ശേഷം അതിന് നമുക്ക് Ctrl+D ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും 1 2 3 ഏകദേശം ഒരു 6 എണ്ണം വേണം നമുക്ക്. അതായത് 1 2 3 4 5 6 എണ്ണം ഇങ്ങനെ താഴേക്കും പ്ലേസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള മാസങ്ങൾക്ക് വേണ്ടി താഴോട്ടും അതുപോലെ തന്നെ വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടുമുള്ള ആ ഒരു രീതിയിലേക്ക് അതിനെ പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ഡ്യൂട്ടി. അപ്പോൾ ഞാനത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. പ്ലേസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു മാസത്തിലെ ഡേറ്റ് നോക്കുമ്പോൾ ഓർക്കുക, ഇതിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്കൊരു മാസത്തിൻ്റെ, അതായത് മൺഡേ ട്യൂസ്ഡേ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ദിവസങ്ങളും കൂടെ കൊടുക്കേണ്ടുന്ന ഒരവസ്ഥ വരും. ആ ഒരു ദിവസങ്ങൾ കൊടുക്കുന്ന ഈ ഒരു ബോക്സിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം. അതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയായിട്ട് ഒരു ഡ്യൂപ്ലിക്കേറ്റൂടെ ക്രിയേറ്റ് ചെയ്തു അതിന് പർട്ടിക്കുലർലി വേറൊരു കളർ സ്റ്റൈൽ വേണമെങ്കിൽ അതും കൂടെ നിങ്ങൾക്ക് ഇവിടെ സ്റ്റൈൽ ചെയ്യാം. ഞാനിവിടെ ഇതിൻ്റെ ഡിസേബിൾഡ് സ്റ്റേറ്റിൽ തന്നെയാണ് ഇത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ ബോക്സുകളെ ആദ്യം ഒന്ന് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് റൈറ്റ് സൈഡിലായിട്ട് ഒന്നിൻ്റെ പ്രോപ്പർട്ടി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇവിടുന്ന് ഇഷ്ടമുള്ള നമ്മൾ നേരത്തെ കൊടുത്ത പേരുകൾ ഇവിടെ കാണാം. ഇതിനകത്ത് ഞാനിവിടെ ഡിസേബിൾഡ് എന്നുള്ള പേര് കൊടുക്കുമ്പോഴത്തേക്ക് ഇതെല്ലാം ഡിസേബിൾഡ് ആയി കഴിഞ്ഞു. അതുപോലെ തന്നെ ഫസ്റ്റിലത്തെ നമ്മൾ ഈ ഓരോ ഡേറ്റുകളിൽ ഏകദേശം എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഈ ഒരു ഡേറ്റിൽ നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു സെപ്റ്റംബർ മാസം ഇവിടം തൊട്ടാണ് 01 തുടങ്ങുന്നത്. അതുകൊണ്ട് അതിന് മുന്നോടിയുള്ളതും നമുക്ക് ഡിസേബിൾഡ് തന്നെ ആക്കാം. അപ്പം ഇവിടം തൊട്ട് നമ്മളിനി ഡേറ്റുകൾ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പരിപാടി. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ഇത് സെലക്ട് ചെയ്തുകൊണ്ട് മൺഡേ ആണെന്നുണ്ട്, മൺഡേ തുറക്കുക, മൺഡേ, അതുപോലെ തന്നെ ട്യൂസ്ഡേ, അങ്ങനെ നമുക്ക് ഈ ഡേറ്റുകളുടെ ഈ ഒരു ഇത് കൊടുക്കാം. അടുത്തതായിട്ട് അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഓരോരോ ഡേറ്റുകൾ ഇവിടെ കൊടുക്കാം. അതായത് കഴിഞ്ഞ മാസത്തിലെ നമുക്കൊരു 31 തൊട്ടായിരുന്നു, അതുകൊണ്ട് 31, 30, 29 എന്നുള്ള മുൻകാല മാസങ്ങളിലെ ഡേറ്റുകൾ ഇവിടെ കാണുന്നു. ഓക്കെ, അതിനുശേഷം ഇവിടെ തൊട്ട് 01 തുടങ്ങുന്നു. അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് 0 തൊട്ട് 30 വരെ നമുക്ക് ഇവിടുന്ന് ഇതിനെ അങ്ങോട്ട് ടൈപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 01, 02 എന്ന് പറഞ്ഞുകൊണ്ട് ടൈപ്പ് ചെയ്യുകയാണ്. ഓക്കെ, 30 വരെ ടൈപ്പ് ചെയ്തു. അതിനുശേഷം അടുത്ത മാസങ്ങൾ എന്ന് പറയുന്നത് അടുത്ത മാസത്തിലെ ഡിസേബിൾഡ് സ്റ്റേറ്റ് ആയതുകൊണ്ട് അതുകൂടെ ഞാൻ സെലക്ട് ചെയ്തു, അത് ഡിസേബിൾഡ് ആക്കുന്നു. 01, 02 ഇതും കൂടെ കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ഡേയ്സ് അതുപോലെ തന്നെ ഓരോ ഡേറ്റുകളും ആ ഡേറ്റുകളിൽ തന്നെ മുൻകാലങ്ങളിൽ നമ്മൾ ഡിസേബിൾഡ് ആക്കി കൊടുത്തു, അതല്ലാതെ ആദ്യമേ കാണുന്നതെല്ലാം തന്നെ ആക്റ്റീവായിട്ട് കൊടുത്തു. അപ്പോൾ തന്നെ അതിൻ്റെ ഒരു ഫസ്റ്റ് ഇൻ്റർഫേസ് റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഈ ഫസ്റ്റിലെ ഈ ഡ്യൂട്ടി ചെയ്യുക. ഇതെല്ലാം കൂടെ നിങ്ങളൊന്ന് സെലക്ട് ചെയ്യുക. ഫസ്റ്റ് ഓഫ് ഓൾ ആ സെലക്ട് ചെയ്തതിന് ശേഷം Ctrl+G ഫോർ ഗ്രൂപ്പ്. ഓക്കെ, ഗ്രൂപ്പ് ചെയ്യുക. അതിനെല്ലാം കൂടെ ഒരു ഗ്രൂപ്പ് ആക്കുന്നു. ദെൻ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്കിതിനെ ഫ്രെയിം സെലക്ഷൻ ആക്കാം. Ctrl+Alt+G കൊടുത്ത് ഇതിനൊരു ഫ്രെയിം സെലക്ഷൻ ആക്കാം. ആ സെലക്ഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രെയിമിന് ജസ്റ്റ് കലണ്ടർ എന്ന് പേര് കൊടുക്കാം. അതിനുശേഷം ആ ഒരു ഫ്രെയിമിനെ നിങ്ങൾക്ക് Shift A കൊടുത്തുകൊണ്ട് വീണ്ടും ഒരു ഓട്ടോ ലേഔട്ടാക്കി കൺവേർട്ട് ചെയ്യാം. ഓക്കെ, ആ ഒരു ഫ്രെയിമിനെ Shift A കൊടുത്ത് ഓട്ടോ ലേഔട്ടായിട്ട് കൺവേർട്ട് ചെയ്തു. ആ ഓട്ടോ ലേഔട്ടായിട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം ഞാനിവിടെ റൈറ്റ് സൈഡിലേക്ക് വന്നതിന് ശേഷം ഇതിൻ്റെ ബാക്കിലായിട്ട് ഒരു കളർ ഫില്ല് ചെയ്യാണ്. അതായത് ഫില്ലിൽ വന്നിട്ട് വൈറ്റ് ഫില്ല് ചെയ്തു.
അതുപോലെ തന്നെ ഈ ഒരു ഓട്ടോ ലേഔട്ടിൻ്റെ ഈ ഒരു സെക്ഷനിലേക്ക് വന്നതിന് ശേഷം ഹൊറിസോണ്ടൽ പാഡിങ്ങും അതുപോലെ തന്നെ വെർട്ടിക്കൽ പാഡിങ്ങും ഞാനൊരു ജസ്റ്റ് ഒരു 20 എന്ന് കൊടുത്തു. ആവശ്യത്തിനുള്ള ഈ ഒരു സ്പേസിങ് പാഡിങ് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ ഒരു പാഡിങ്ങും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡ്യൂട്ടി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ചെയ്തിരുന്ന ഈ കലണ്ടറിൻ്റെ ഈ ഇതിൽ നിന്ന് എടുത്ത കോമ്പണൻസ് ആണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ കോമ്പണൻസ് വെച്ചിട്ടാണ് നിങ്ങൾ ഇതിൻ്റെ ഓരോ സ്റ്റേറ്റുകളും സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കലണ്ടറിൻ്റെ ബേസിക് സ്കെൽട്ടൺ ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ പ്രോട്ടോടൈപ്പിന് മുന്നേ ഒരു കുറച്ച് കാര്യങ്ങളോടൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം. അതായത് പ്രോട്ടോടൈപ്പ് എന്ന് ഉദ്ദേശിച്ചത് ഈ ഒരു കലണ്ടറിൻ്റെ ഈ ചെയ്തിരിക്കുന്ന ഈ ഓരോ വേരിയൻസിലും നിങ്ങൾക്ക് ഈ ഫസ്റ്റ് കാണുന്ന നിങ്ങളുടെ ആക്റ്റീവ് ആയിട്ടുള്ള ഇതിൽ നിങ്ങൾ മൗസ് വരുന്ന സമയത്ത് അത് എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റൈലാകണം. അതായത് ഈ ബ്ലൂ ലൈൻ വെച്ചിട്ടുള്ള സ്റ്റൈലാകണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ആയിട്ടൊരു പ്രോട്ടോടൈപ്പ് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുന്നു. ഞാനിവിടെ വന്നിട്ട് വൈൽ ഓവറിങ്, അതായത് ആ ഡേറ്റിലേക്ക് ഓവർ ചെയ്യുമ്പോൾ അത് എന്തായി മാറണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്ത ഓവർ സ്റ്റേറ്റ് എന്നുള്ള പ്രോപ്പർട്ടി ആയി മാറണം. അതെങ്ങനെ മാറണം എന്നുള്ളത് താഴെ കൊടുക്കുന്നു. ഡിസോൾവ്, ജസ്റ്റ് ഒരു ചെറിയ ഫേഡഡ് ഔട്ട് ആയതുകൊണ്ട് ഡിസോൾവ് കൊടുക്കുന്നു. മറ്റെന്തെങ്കിലും അനിമേഷനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സ്മാർട്ട് അനിമേറ്റ് ഒക്കെ കൊടുക്കാം. എനിവേ ഡിസോൾവിൻ്റെ ആവശ്യമേ ഉള്ളൂ, ജസ്റ്റ് ഒരു ചെറിയ ഫേഡ് കിട്ടാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ വരുമ്പോൾ ഇതുപോലെയുള്ളൊരു ഡിസേബിൾ ആകണം. ഇനി ഈ ഒരു ഡിസേബിൾ ആയിട്ട് മൗസ് ഓവറിന് ശേഷം ഞാൻ ആ മൗസ് ഓവറിൽ വന്നിട്ട് ഈ ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് സെലക്റ്റഡ് ആകണം. അതായത് ഈ ഒരു ഫിൽഡ് ആകണം. അതുകൊണ്ട് ഞാൻ ഇതിലേക്കൊന്ന് കണക്ട് ചെയ്തു. അതിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓൺ ക്ലിക്കിൽ ഇത് സെലക്റ്റഡ് ആകണം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിസോൾവ് ആയിട്ട് കണക്റ്റ് ആകണം. ഓക്കെ, ഇനി ഈ ഡിസോൾവ് ആയത് നമ്മൾ ആ ഒരു കണക്ട് ചെയ്ത് അതൊന്ന് സെലക്ട് ആയി കഴിഞ്ഞാലും അതിൽ ഞാൻ വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വീണ്ടും പഴയ സ്റ്റേജിലേക്ക് പോകണം. അതായത് എൻ്റെ ആദ്യത്തെ ഫസ്റ്റിലേക്ക് കാണുന്ന ഒരു സ്റ്റേജ്. അതിന് ഞാൻ ജസ്റ്റ് ഒന്ന് ഓൺ ക്ലിക്ക് കൊടുത്തു, ആക്റ്റീവായ സ്റ്റേജിലേക്ക് കൊടുത്തു, ഡിസേബിൾ കൊടുത്തു. അപ്പോൾ ഈ ഒരു പ്രോട്ടോടൈപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തോളുക. അതായത് ഫസ്റ്റിലേക്ക് കാണുന്ന ആക്റ്റീവിൽ മൗസ് ഓവർ എന്നുള്ള ഒരു ആക്ഷൻ കൊടുക്കുന്നു. പ്രോപ്പർട്ടിയിൽ ഈ മൗസ് ഓവർ കൊടുക്കുന്നു. ഈ മൗസ് ഓവർ കൊടുത്തു കഴിഞ്ഞാൽ മൗസ് ഓവറിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫിൽഡ് ആവുന്നു. അപ്പോൾ ക്ലിക്ക് എന്നുള്ള ആക്ഷൻ കൊടുക്കുന്നു. അതേ ബ്ലൂ സെലക്ടറിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ ആക്റ്റീവ് ആയിട്ടുള്ളതിലേക്ക് വരുന്നു. അത് ക്ലിക്ക് ആയതുകൊണ്ട് ക്ലിക്ക് ആക്ടിവിറ്റി കൊടുക്കുന്നു. ഈ ഒരു ഏരിയ പ്രോട്ടോടൈപ്പ് സെറ്റിങ്സ് മാത്രം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇത് പറഞ്ഞത് ഒന്നും കൂടെ നിങ്ങൾക്ക് ക്ലിയർ ആയില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ബാക്കടിച്ച് നോക്കുക. അതായത് ഈ കൊടുത്ത ഇൻട്രാക്ഷൻ്റെ സ്റ്റൈൽ എങ്ങനെ വേണം എന്നുള്ളത്. അപ്പോൾ ഈ കൊടുത്ത ഈ ഒരു പ്രോട്ടോടൈപ്പ് ഈ ഒരു ഇൻട്രാക്ഷൻ സെറ്റിങ്സ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം കംപ്ലീറ്റഡ് ആയി കഴിഞ്ഞു. വളരെ ഈസിയാണ്. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന ഇതിൻ്റെ പ്രോട്ടോടൈപ്പ് സെറ്റിങ്ങും കഴിഞ്ഞു. ഇനി ഈ കലണ്ടറിലൊന്ന് സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ പ്രിവ്യൂ ഒന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ കൊടുത്ത ഓരോ സ്റ്റേജുകളും എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നത് എന്നുള്ളത് ഈസി ആയിട്ട് മനസ്സിലാക്കാം. ഓക്കെ, നമ്മുടെ കലണ്ടറിൻ്റെ പ്രിവ്യൂ വന്നിട്ടുണ്ട്. അതിനായിട്ട് നമുക്കിനി റൈറ്റ് സൈഡിൽ ചെന്നിട്ട് മേ ബി വേണമെങ്കിൽ ഫിറ്റ് ടു സ്ക്രീനോ അല്ലെങ്കിൽ അങ്ങനെ വലുതായിട്ട് കാണണമെങ്കിൽ വലുതായിട്ട്, ചെറുതായിട്ട് കാണണമെങ്കിൽ ചെറുതായിട്ടുള്ള ഓപ്ഷൻസൊക്കെ റൈറ്റ് സൈഡിൽ പോയി സെറ്റ് ചെയ്യുക. എനിവേ നമ്മുടെ ഫസ്റ്റിലത്തെ വ്യൂ നോക്കുമ്പോൾ നമ്മൾ ചെയ്ത പോലുള്ള കലണ്ടർ വന്നിട്ട് എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ മൗസ് വരുന്ന സമയത്താണ് ഞാൻ നേരത്തെ കൊടുത്ത പോലെ ഓരോ ഡേറ്റുകൾക്കും മൗസിൽ ഇതുപോലുള്ള കളറായി മാറണം. ഓക്കെ, ഇനി ഈ മൗസ് കളർ മാറിയാൽ മാത്രം പോലെ ഏതിലെങ്കിലും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫില്ലായിട്ട് ആ ഒരു ബോക്സ് സെലക്ട് ചെയ്യണം. ഇനി അടുത്തതിൽ നിങ്ങൾക്ക് ഫില്ല് ചെയ്യണമെങ്കിൽ ഒരുപാട് ഡേറ്റുകൾ ഇങ്ങനെ അടുപ്പിച്ച് സെലക്ട് ചെയ്യേണ്ടെന്ന് ആവശ്യമുണ്ടെങ്കിൽ അതും സെലക്ട് ആയിട്ട് കാണും. ഇനി ഇതിലൊരു സെലക്ട് ചെയ്ത ഡേറ്റ് നിങ്ങൾക്ക് വേണ്ട സെലക്ഷൻ വേണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അത് പഴയ സ്റ്റേജിലേക്ക് പോകുന്നു. വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പഴയ സ്റ്റേജിലേക്ക് പോകുന്നു. അങ്ങനെ ഒരു പർട്ടിക്കുലർ ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആവശ്യത്തിലുള്ള എല്ലാ ഇൻട്രാക്ഷൻസുകളും ഈ പറഞ്ഞ ഒരു 4 കോമ്പണൻറ്റ് സെറ്റിലൂടെ തന്നെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഈ പറഞ്ഞ ഇതിൽ എന്തെങ്കിലും അനിമേഷൻ സ്റ്റൈലുകളോ അല്ലെങ്കിൽ ഇതിൻ്റെ ഡിസൈൻ സ്റ്റൈലുകളോ മാറ്റം വരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡിസൈൻ ഫയലിലേക്ക് വരിക, ഇതിൽ മാറ്റങ്ങൾ വരുത്തി കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു റൊട്ടേറ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഇത് കാണേണ്ടിയിരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നതിന് ശേഷം മേ ബി കുറച്ച് ബോർഡർ റേഡിയസ് കൊടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കറക്കാം. അപ്പോൾ മൗസ് വരുന്ന സമയത്ത് അത് കറക്റ്റിങ് ആ ഒരു സ്റ്റേജ് ആകുന്നു. അപ്പോൾ ഫില്ല് വരുന്ന സ്ഥലത്തും ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ബോർഡർ റേഡിയസ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിങ്ങനെ ഫില്ലായിട്ട് വരുന്ന സ്ഥലത്തും ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ല് വരുന്നു. ഇനി അങ്ങനെ ഓരോ കാര്യങ്ങളും നിങ്ങൾ ഈ കിടക്കുന്ന ഓവറോൾ ഉള്ള സ്ക്രീനിൽ തന്നെയാണ് നിങ്ങൾക്ക് ഇതുപോലെ കുറച്ച് ഒരു ബോർഡർ റേഡിയസ് ഒക്കെ കൊടുത്ത് അതിനുശേഷം കുറച്ച് ഷാഡോസൊക്കെ വേണമെങ്കിൽ ഷാഡോസൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ട് അതിനെങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനെ ബ്യൂട്ടിഫൈ ചെയ്ത് എടുക്കാം. അതൊക്കെ നമ്മുടെ ഒരു ഡിസൈൻ്റെ ഒരു സ്വഭാവം പോലെ നമുക്കുള്ള ആവശ്യാനുസരണം പോലെ ഇരിക്കും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലെ മാറ്റിക്കൊണ്ട് ഓരോ സെറ്റിങ്സുകളിൽ നിങ്ങൾക്ക് വന്ന് ഇതുപോലെ ഓരോരോ സെറ്റിങ്സൊക്കെ കൊടുത്തുകൊണ്ട് നിങ്ങളുടെ ആവശ്യാനുസരണം ഇതിനെ മാറ്റി നിങ്ങൾക്ക് എടുക്കാം. അതിൻ്റെ എല്ലാത്തിൻ്റെ ബേസ് ഇതാണ് എന്ന് മനസ്സിലാക്കുക. ഈ കോമ്പണൻറ്റ് സെറ്റാണ് അതിൻ്റെ ബേസ് എന്ന് മനസ്സിലാക്കുക. അതിനുശേഷം എന്ത് എഡിറ്റിംഗ് വേണമെങ്കിലും ഇവിടെ വരുന്നു, എഡിറ്റ് ചെയ്യുന്നു, അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ആയിട്ട് പ്രതിഫലിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ഓരോന്നിനും ഇത് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ടോപ്പിൽ ഈ ഒരു സ്റ്റേറ്റിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഡിസേബിൾഡ് സ്റ്റേറ്റ് മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾക്ക് മൗസ് വരുമ്പോഴത്തേക്ക് മൗസ് ഓവർ സ്റ്റേറ്റ് ഇല്ലാത്തതായിട്ട് കാണാം. അതുകൊണ്ട് ആ ഒരു
മൗസ് ഓവർ സ്റ്റേറ്റ് ഇല്ലാത്ത ഫീല് നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ആദ്യമേ ഒരു പ്രത്യേകമായിട്ട് ഇവിടെ ഒരു പ്രോപ്പർട്ടിയിൽ ഒരു ഏരിയ ഉണ്ടാക്കി വെച്ചത്. അല്ലാതെ ഉള്ളതിന് മാത്രം ആക്റ്റീവായിട്ട് മൗസ് ഓവറും സെലക്ഷനും ആവത്തുള്ളൂ. അപ്പോൾ ഈ കാണുന്ന 4 സ്റ്റേറ്റുകൾ, ഈ ഒരു 4 സ്റ്റേറ്റുകൾ നമ്മളിവിടെ സെറ്റ് ചെയ്ത് ആക്റ്റീവ്, ഡിസേബിൾഡ്, ഓവർ, സെലക്റ്റഡ് എന്ന് പറയുന്ന സ്റ്റേറ്റുകളാണ് ഈ കലണ്ടറിൻ്റെ ഓവറാളുള്ള എല്ലാ ഇൻട്രാക്ഷൻസും പ്രോട്ടോടൈപ്പിനെ നിയന്ത്രിക്കുന്നത്. ഇത് നിങ്ങൾ സെറ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് എന്ത് ഡിസൈൻ ഫയലിലേക്ക് വേണമെങ്കിൽ ഇതിനെ കൺവേർട്ട് ചെയ്യാം. നിങ്ങളുടെ പർപ്പസ് അനുസരിച്ച് മാറ്റിയെടുത്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യാനുസരണം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ആ ഡിസൈൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് ഡിസൈൻസ് ആയാലും വെബ്സൈറ്റ് ആയാലും മൊബൈൽ ആപ്ലിക്കേഷനിലായാലും ഒക്കെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റൈലിൽ ഈ ഒരു ഇൻട്രാക്ഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതിൻ്റെ ഒരു ഫിഗ്മ ഫയൽ, ഈ പറഞ്ഞ ഫയൽ ഞാൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ജസ്റ്റ് നിങ്ങൾക്കൊരു റെഫറൻസിന് വേണ്ടി മാത്രം. അതിൻ്റെ ആവശ്യം വരുന്നില്ല എൻ്റെ അഭിപ്രായത്തിൽ. ഇത് സെൽഫായിട്ട് ഇതുപോലെ കണ്ടു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്യാവുന്നത് കൊണ്ട് തന്നെ സെൽഫായിട്ട് തന്നെ ട്രൈ ഔട്ട് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫിഗ്മ ഫയൽ ഓപ്പൺ ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊന്ന് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടെ, എസ്പെഷ്യലി ഡിസൈനേഴ്സ് ആയിട്ടുള്ള സുഹൃത്തുക്കൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഡിസൈനേഴ്സിന് ഹെൽപ്ഫുൾ ആവുന്ന മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഗൈസ്.